Hello friends, welcome back to Flying Freakies. It's me Reshma. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. കുറച്ച് കുട്ടി പർച്ചേസസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ആക്ച്വലി ഓരോന്നിനകത്ത് എന്തൊക്കെയാണോ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാണ് ഞാൻ ഇങ്ങനെ നോക്കി പോകുന്നത്. പല ടൈമിലായിട്ടാണ് ആക്ച്വലി വന്നത് ഇത്. സോ നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മോൺബെയറിന്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. മോൺബെയറിന്റെ കസ്തൂരി മഞ്ഞളും പിന്നെ നമ്മുടെ എന്താ പറയാ രക്തചന്ദനം, ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ആക്ച്വലി നമ്മളുടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ ഇതാണ് ഒറിജിനൽ ഒരു ക്രീമിഷ് കളർ. ആക്ച്വലി നമ്മളൊക്കെ വിചാരിച്ചിരുന്ന യെല്ലോ കളറാണ്, ബട്ട് അതല്ല, ക്രീമിഷ് കളറാണ് ഒറിജിനല്. അതേപോലെ മോൺബെയറിന്റെ നല്ല ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഫസ്റ്റ് ട്രൈ ആണ് ഇത് ആക്ച്വലി. അപ്പൊ സോ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ ഇതാണ് റെഡ് സാൻഡൽവുഡും ചുമഴക്കും മേടിച്ചിരിക്കുന്നത് ഞാൻ. സോ ഇത് വന്നിട്ടൊരു 100 ഗ്രാമിന്റെ പാക്ക് ആണ്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 449 ആണ്. എനിക്കിത് ആക്ച്വലി രണ്ടും കൂടി കോംബോ ആയിട്ട് ഓഫർ പാക്കായിട്ട് കിട്ടിയതാണ്. ഇത് വന്നിട്ട് 399 ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. ഇത് വന്നിട്ട് 100 ഗ്രാം തന്നെയാണ് വരുന്നത്. ഞാൻ ചെറുത് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്, എങ്ങനെ ഉണ്ടാവും എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ ഇതിൽ ടാഗ് ചെയ്യുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. ഇത് എവിടേക്കാണ് അവൈലബിലിറ്റി ഉള്ളത്. ഇത് ആക്ച്വലി ആമസോണിലും കിട്ടും, മോൺബെയറിന്റെ സൈറ്റിലും കിട്ടും, ഫ്ലിപ്കാർട്ടിലും കിട്ടും. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഇപ്പം കറന്റ് നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ ഫ്ലിപ്കാർട്ടിനാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഞാനിതിപ്പോ ആക്ച്വലി ബ്ലാക്ക് ഫ്രൈഡേക്ക് മേടിച്ചു തുടങ്ങിയതാണ് നമ്മുടെ സാധനങ്ങളെല്ലാം. ഇപ്പോഴാണ് ഇതെല്ലാം ഓരോ 1 by 1 ആയിട്ട് ഡെലിവേർഡ് ആയത്. അടുത്തത് വരുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. എല്ലാവരും വിചാരിക്കും ഞാൻ തന്നെയാണ് കാസ്റ്റർ ഓയിൽ ഇത്ര വലുത് മേടിച്ചത്. ആക്ച്വലി ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാസ്റ്റർ ഓയിൽ മേടിച്ചത്. ഇതിനും നല്ല നല്ല ഗുണങ്ങളുണ്ട്. നമ്മുടെ നെയിൽസ് ക്യൂട്ടിക്കിൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഐബ്രോസിന് വേണ്ടി യൂസ് ചെയ്യാം, എസ്പെഷ്യലി ഫോർ ഹെയർ ഗ്രോത്തിനും യൂസ് ചെയ്യാം നമുക്കിത്. ഏറ്റവും നല്ലൊരു സാധനമാണ്. ഞാനിത് കോൾഡ് കംപ്രസ്ഡ് ആയിട്ടുള്ളതാണ് മേടിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ഒരു വീഡിയോ നെക്സ്റ്റ് വരുന്നതായിരിക്കും. പിന്നെ ഇത് വന്നിട്ട് 100% പ്യുവർ കാസ്റ്റർ ഓയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ബ്രാൻഡിന്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേടിക്കുന്നത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 400 ആണ്, ബട്ട് എനിക്ക് ഇതും ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. ഇത് ഏകദേശം ഒരു 200 ml ഉണ്ട് ഇത്. സോ ഇതിന് നല്ലൊരു പാക്കിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക്. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ആക്ച്വലി ഈ അൺബോക്സിംഗ് ആണെന്ന് തോന്നുന്നു ഏറ്റവും വലിയൊരു ഇത് പൊട്ടിക്കുന്നൊരു ടാസ്ക്. സോ നെക്സ്റ്റ് വന്നിട്ട് എല്ലാവർക്കും അറിയുന്ന പോലത്തെ നമ്മുടെ റോസ്മേരി ലീവ്സ് ആണ്, ഡ്രൈ ലീവ്സ്. സോ നമ്മുടെ റോസ്മേരി ലീവ്സ് ആണ്. ഞാൻ ആക്ച്വലി റോസ്മേരി ഫ്രഷ് ലീവ്സ് ലുലുവിന്നായിരുന്നു മേടിച്ചോണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഡ്രൈ ആക്കിയെന്ന് വെച്ചാൽ അത് കുറച്ച് ദിവസമല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഹെയർ സ്പ്രേക്കും എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഒരു വലിയ പാക്ക് തന്നെ മേടിച്ചത്. ആക്ച്വലി ഓയിലിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇത് മേടിച്ചത്. സോ ഇത് വന്നിട്ട് ന്യൂട്രാവേർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആണ്. മോസ്റ്റ് ആൾക്കാർക്ക് റിവ്യൂ ഉള്ള ഒരു ഇതാണ് അത് ഈ പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഞാൻ ഈ കമ്പനിയുടെ തന്നെ മേടിച്ചത്. നമുക്ക് ഏത് കമ്പനിയുടെ മേടിക്കാം. സോ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഇതാന്ന് പറഞ്ഞാൽ, അതായത് ചിലതിനകത്ത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ കഴുകി എടുക്കേണ്ടി വരും, ബിക്കോസ് അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെയില്ല, പക്ക പെർഫെക്റ്റ് ഡ്രൈ ആയിട്ടാണ്, നല്ല നീറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇത് വന്നിട്ട് 200 grams ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 499 ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിലും ഓഫറിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. സോ ഇത് നമുക്ക് ഡിഫറൻറ്റ് സാധനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഇതും കാസ്റ്റർ ഓയിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ മീൻസ് ഹെയർ ഓയിലിൻ്റെത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരിക്കും. ഇത് വന്നിട്ട് നമുക്ക് മറ്റേ ഹെയർ സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആണല്ലോ ഹെയർ സ്പ്രേ റോസ്മേരിയുടെ. സോ അതിന് വരെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് കാണാം പ്രോഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഇപ്പൊ ഹെയറും കഴിഞ്ഞു, ഫേസും കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നെയിൽസിലേക്ക് പോവാം. ഇത് വന്നിട്ട് നമ്മുടെ നെയിൽ റിമൂവർ ആണ്. അതായത് നെയിൽ റിമൂവർ ലിക്വിഡ് മേടിക്കുന്നതിന് ഞാൻ വൈപ്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഡാസ്ലറിന്റെ ആണ്. അതൊരു കോംബോ ആയിട്ട് കിട്ടിയതാണ്. 3 എണ്ണം ഉണ്ട് മൊത്തം. ഒരു ബോക്സിലൊരു 30 ഷീറ്റ്സോളം വരുന്നുണ്ട് നമുക്കിത്. ഇതിന്റെ പ്രൈസ് ആക്ച്വൽ വന്നിട്ട് 60 ആണ്. ഇതും വന്നിട്ട് എനിക്ക് ഓഫറിലാണ് കിട്ടിയിരിക്കുന്നത്. സോ ഞാനിപ്പോ ലിക്വിഡ് ടൈപ്പ് യൂസ് ചെയ്യാറില്ല. ഇതാകുമ്പോൾ ഈസിയാണ്, ഈസി ടു ക്യാരി ആണ് നമുക്ക്. അതായത് ഒരു വൈപ്പ് മതി, ഒരു 10 ഫിംഗേഴ്സ് നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ
അതാണ് ഞാൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് മേടിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് എനിക്ക് അറിയാം, ആക്ച്വലി ഞാൻ മമ്മിക്ക് മേടിച്ച് നെയിൽ കട്ടറാണ്. ഇത് കാണിക്കേണ്ട കാര്യമില്ല ആക്ച്വലി. പിന്നെ ഞാൻ മേടിച്ച് ഇത്രയും അൺബോക്സ് ചെയ്തത്, പിന്നെ ഇതിനെ മാത്രം തന്നെ വെറുതെ വിടുന്നതെന്ന് കരുതി അതും കൂടി അൺബോക്സ് ചെയ്ത് കാണിക്കാന്ന് കരുതി. സോ ഇത് ബ്രാൻഡ് വന്നിട്ട് വേഗയുടെ നെയിൽ കട്ടറാണ്. നെയിൽ കട്ടറിനോ നെയിൽ ക്ലിപ്പറിനോ ഒക്കെയാണ് പറയുന്നത്. നമ്മൾ പണ്ട് മുതൽ നെയിൽ കട്ടർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇറ്റ്സ് നെയിൽ ക്ലിപ്പർ എന്നും പറയും. ഇതിന്റെ റേറ്റ് സംതിങ് വന്നിട്ടൊരു 120 30 എങ്ങാണ്ടായിരുന്നു. ഇതിനകത്ത് പ്രൈസ് നോക്കിയിട്ട് ഇപ്പൊ കണ്ടില്ല. സോ എന്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നല്ല ഹ്യൂജ് ഓഫേഴ്സ് ആയിരുന്നു ആക്ച്വലി പൊക്കോണ്ടിരുന്നത്. വേഗയുടെ ഇവിടെ ബ്രാൻഡും കൊടുത്തിട്ടുണ്ട് വേഗയുടേത്. സോ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ കളർ മേടിക്കാൻ കാരണം പെട്ടെന്ന് നമ്മുടെ ഇത് നോർമൽ ഇതാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനത്തെ കോട്ടിംഗ് ഉള്ളത് എടുത്തത് ഈ പ്രാവശ്യം. സോ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ നെയിൽ കട്ടർ. സോ നെക്സ്റ്റ് വന്നിട്ട് നെയിൽസിന്റെ തന്നെയാണ് നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ നെയിൽസ് ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അതിന് വേണ്ടിയിട്ട് മേടിച്ച കുറച്ച് ഐറ്റംസ് ആണ്. അതിന്റെ വെറൈറ്റി ബ്രഷ്, പിന്നെ അതിന്റെ ടേപ്പ് പോലത്തെ, അതായത് നമുക്ക് നെയിൽസിൽ ഒട്ടിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇത്. പിന്നെ ഇത് നെയിൽ ടിപ്പിൽ ഒട്ടിച്ചിട്ട് ഹാഫ് കളേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. അതായത് സ്റ്റിക്കേഴ്സ് ആണ്. അത് നമുക്ക് എന്നിട്ട് റിമൂവ് ചെയ്യാം നെയിൽ പോളിഷ് അടിച്ചതിന് ശേഷം. ഞാനിതൊരു ഷോർട്സിൽ ഇട്ട് കാണിക്കുന്നതായിരിക്കും ഇതൊക്കെ. പിന്നെ ഉണ്ട് നെയിൽസിന്റെ തന്നെ നെക്സ്റ്റ് വരുന്നത്. ഞാൻ പിള്ളേരെക്കാട്ടി കഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന കാര്യത്തില്. വെറുതെ നമുക്ക് നെയിൽസിന്റെ ഒക്കെ സ്റ്റുഡിയോയിൽ പോയി ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. സോ ഞാൻ അത് സ്റ്റിക്കേഴ്സ് ആയിട്ടൊക്കെ അങ്ങ് മേടിച്ചതേ ഉള്ളൂ. വീണ്ടും അങ്ങനത്തെ അതിന്റെ സ്റ്റിക്കേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു 10 ഷീറ്റ്സ് ഉണ്ട്. കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതായത് ഷീറ്റ്സ് വന്നിട്ട് ഡിഫറെന്റ് ആണ്. ഒരെണ്ണം വന്നിട്ട് ഒരു വി കട്ട് പോലെ വരും, ഒരെണ്ണം ഒരു യു വരും. സോ ഒരു 10 ഷീറ്റ്സോളം വരും. ഞാനിത് കറക്റ്റ് ഒരു പിക്ചർ അത് കൊടുത്തേക്കാം അതിനകത്ത്. സോ അങ്ങനത്തെ ഇതാണ്. ആക്ച്വലി ഇതേ സെയിം തന്നെ, ഇതിന്റെ ഒരു സെയിം ഒരു തന്നെയാണ് വരുന്നത്, സെയിം ബ്രാൻഡിന്റെ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റിക്കേഴ്സ് ആണ് നെയിൽസിൽ ഒട്ടിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തപ്പോൾ സ്റ്റിക്കേഴ്സ് ഇങ്ങനെയല്ല വന്നത്. അത് കുറച്ചുകൂടി ഒരു നല്ല ഭംഗിയായിട്ട് ഒരു വലിയ ഷീറ്റിലാണ് വന്നിരുന്നത്. ഇത്തവണ അവർ ഷീറ്റൊക്കെ മാറ്റി ചെറുതാക്കി എന്ന് പറയാം. സി ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതുമേല്. ഓ ഇങ്ങനെ ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇത് നമ്മുടെ നെയിൽസ് ബേസ് ആയിട്ട് ഇട്ടിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കളർ ഒട്ടിക്കുകയല്ല, നെയിൽസ് പോളിഷ് ഇടുക. എന്നിട്ട് അതിന്റെ പുറത്ത് അതിന് മാച്ച് ആയിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിക്കുക. എന്നിട്ടൊരു ട്രാൻസ്പെറന്റ് കൊണ്ട് ഒന്നും കൂടി എന്താ പറയാ ഉറപ്പിച്ചു വെക്കുക, സ്റ്റിക്കർ പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അങ്ങനത്തെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണിത്. ഇത് വന്നിട്ട് സംതിങ് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. എത്ര ഒരു 30 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. അതൊരു സെറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റിമെമ്പർ ചെയ്യാത്ത. ബട്ട് ഇറ്റ്സ് ഡിഫറെന്റ് കളേഴ്സ്. ഫ്ലവേഴ്സ് ഉണ്ട് നമുക്ക്. അങ്ങനെ ഇത് ഞാൻ മെയിൻ ആയിട്ട് ഫ്ലവേഴ്സിന്റെ എടുത്തത്. ഈ ബേർഡ്സ് അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല ആക്ച്വലി. ഇതിനകത്ത് ഞാൻ ഇനിയും കാണിച്ചു തരാം. സോ അതിനകത്ത് എനിക്ക് ഫ്ലവേഴ്സ് മാത്രമേ കാണിച്ചുള്ളായിരുന്നു. ബട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇടോണ്ടോ എങ്ങനെ ഉണ്ടെന്നുള്ള ഇത്. ഇതിനകത്ത് എന്തോ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്. ഞാൻ നോക്കിയപ്പോ ഓൺലൈനിൽ ഇറ്റ് വാസ് ഓൺലി എന്താ പറയാ ഫ്ലവേഴ്സ് മാത്രമായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഇതിനകത്ത് ഹാർട്ട്, ലവ് എല്ലാം വരുന്നുണ്ട്. പല പല വെറൈറ്റി കളേഴ്സ്. സോ ഞാൻ എന്റെ നെയിൽ ആർട്ട് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഒരു ഷോർട്സ് ഇട്ടേക്കാം. സോ ഇറ്റ്സ് ഡിഫറെന്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ബ്രഷസ് വന്നിട്ട് നമുക്ക് ഓരോ ഡിഫറെന്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മറ്റേ ഡസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മെയിൻ വലിയ ബ്രഷ് ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് ഡ്രോയിങ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 15 ബ്രഷസ് വരുന്നുണ്ട് നമുക്ക് ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതെല്ലാം കൂടി എനിക്കൊരു കോംബോ ആയിട്ടാണ് കിട്ടിയത് ആക്ച്വലി. പക്ഷെ ഡിഫറെന്റ് ആയിട്ടാണ് വന്നതേ ഉള്ളൂ. എനിക്ക് ഏകദേശം ഇത് ഓൾമോസ്റ്റ് ഒരു 250 റേറ്റിലാണ് എനിക്കിത് ഓഫറും കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് അൺബോക്സിങ് വന്നിട്ട് ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് വന്നിട്ട് മെബ്ലൈന്റെ ഐബ്രോ പെൻസിലാണ്. ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു
ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ എപ്പോഴും ബ്രൗൺ ഷെയ്ഡ് എടുക്കാറുള്ളൂ. ആക്ച്വലി നമ്മുടെ ഐബ്രോസ് വന്നിട്ട് ബ്ലാക്ക് ആണ്. അപ്പൊ ബ്രൗൺ ഇടുമ്പോൾ കുറച്ചും കൂടി എടുത്തറിയും, കുറെ ഉള്ള പോലെ ഫില്ല് ചെയ്ത് കുറെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രൗൺ കളർ എടുക്കുന്നത്. എല്ലാവരും മാക്സിമം ഈ ബ്രൗൺ കളേഴ്സ് അങ്ങനത്തെ ഒക്കെ എടുക്കുന്നതല്ല. ബ്ലാക്കിനെക്കാട്ട് എപ്പോഴും നല്ല ഒരു നാച്ചുറാലിറ്റിയും ഫീൽ ചെയ്യും നമുക്ക്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു 349 ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഓഫറും കഴിഞ്ഞൊരു 200 ആൻഡ് സംതിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ കൂടെ എൻ്റെ ബ്രഷ് തന്നെയുണ്ട്. നമുക്ക് ബ്രഷ് ആദ്യം വെച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പെൻസിൽ യൂസ് ചെയ്യാൻ. ആക്ച്വലി ഇത് പെൻസിലല്ല, ഇറ്റ്സ് എ സ്റ്റിക്ക്. ഇതേപോലെ ഒരു സ്റ്റിക്കാണ്, നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ. ഞാൻ പെൻസിൽസ് നിർത്തിയെന്ന് വെച്ചാൽ പെൻസിൽ വെച്ച് നമ്മൾ വരയുമ്പോൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ ഇത് ചെയ്ത് നിൽക്കും ഡാർക്കായിട്ട്. കുറെ സ്ഥലത്ത് ഇതാകുമ്പോൾ പിന്നെ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇറ്റ് ലുക്ക് നല്ലതായിട്ട് നിൽക്കും. ഇപ്പൊ എൻ്റെ ഇത് നിൽക്കുന്നുണ്ടല്ലേ നല്ല ഐബ്രോസ് ആയിട്ട്, അത് ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്തിട്ടാണ്. ഞാൻ ഇന്നുമ്പിട്ട് വേറെ ബ്രാൻഡായിരുന്നു മേടിച്ചത്. ഈ പ്രാവശ്യമാണ് ഞാൻ മേബിളായി മേടിക്കുന്നത്. ഞാൻ വേറെ ഒരെണ്ണമാണ് ലാസ്റ്റ് ടൈം മേടിച്ചത്. ഇതാണ് എൻ്റെ അടുത്ത കുട്ടി പാക്ക്. ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ആക്ച്വലി എൻ്റെ റൈസേഴ്സും പിന്നെ ഇത് വന്നിട്ട് പറയാം. ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ ഫേഷ്യൽ ഹെയർസും ഐബ്രോസ് ഷേപ്പ് ചെയ്യാനുള്ള റൈസർ ആണ്. ഇത് ആക്ച്വലി നമുക്ക് ഈസി ടു ഹാൻഡിൽ ആണ്. ആക്ച്വലി ബ്ലേഡൊന്നും അത്ര മുറിയുന്ന ടൈപ്പ് ഒന്നുമല്ല. ഇത് കാർമസി എന്ന് പറയുന്ന ബ്രാൻഡിനാണ്. ഇത് മോസ്റ്റ്ലി പോപ്പുലർ ആണ്. ഇതിന്റെ ഷേവിംഗ് ക്രീമും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നതും ഇവിടത്തെ ഫോർഹെഡിന്റെ ഒക്കെ ഹെയർസ് ഒക്കെ കളയുന്നത്. ഇത് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടിരിക്കും. ഇത് വന്നിട്ടാണ് നമ്മുടെ ഐബ്രോസിന് വേണ്ടിയിട്ടും, ഇത് ഫേഷ്യൽ ഹെയറും പിന്നെ ഫോർഹെഡൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഷേവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്, ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ആഫ്റ്റർ ആൻഡ് ബിഫോർ ക്രീം മസ്റ്റഡ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ റാഷസ് വീഴുന്നതായിരിക്കും. ചിലപ്പം ചെറുതായിട്ടൊരു മുറിവൊക്കെ വരാം. സോ ഞാൻ ഈ കാർമസിയുടെ തന്നെ ഷേവിംഗ് ജെല്ല് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രീൻ കളറാണ്. ആക്ച്വലി ഞാൻ അത് പർച്ചേസ് ചെയ്യില്ല, ബിക്കോസ് ഓൾറെഡി എൻ്റെ ഉണ്ട്. ഇതെപ്പോഴും ഞാൻ മേടിക്കുന്നതാണ്. ഇത് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എല്ലാത്തിലും ഓഫറിൽ കിട്ടുന്നതാണ്. ഇതെല്ലാ ലേഡീസിനെ ഹാൻഡി ആയിട്ട് കൊണ്ടും നടക്കാം. ബെസ്റ്റ് യൂസ് എന്ന് പറയാം. നമുക്ക് ചിലർക്കൊക്കെ ഈ ചിന്നിലും എന്താ പറയാ അപ്പർ ലിപ്പിലും ഒക്കെ ഇങ്ങനെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ വരുമല്ലോ, ഹെയർസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നൊക്കെ ബ്യൂട്ടി പാർലറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നൊക്കെ പെയിൻലെസ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആണിത്. ഞാൻ ജസ്റ്റ് ഇതിന്റെ ബ്ലേഡ് കാണിക്കാം. ജസ്റ്റ് ഇത്ര ചെറിയ ബ്ലേഡ്സ് ആണ്. ഇതിനും അതിന് തീരെ മൈന്യൂട്ടായിട്ടുള്ള, നമുക്ക് അങ്ങനെ അങ്ങ് കാണില്ല, വളരെ മൈന്യൂട്ടാണിത്. ബട്ട് ഈസി ടു യൂസ്. ഫസ്റ്റ് ടൈം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവുള്ളൂ, ബട്ട് ഈസി ടു യൂസ് ആണിത്. ആൻഡ് ബെസ്റ്റ് വന്നിട്ട് നമ്മുടെ ബിഗ്നിക്കുള്ള റൈസർ ആണ്. ഞാൻ സെപ്പറേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കാലൊക്കെ വാക്സിങ്ങിന് പകരം റൈസേഴ്സ് യൂസ് ചെയ്യാം, കയ്യിൽ യൂസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ബോംബെ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയും, ഇത് വന്നിട്ട് കൈ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെയാണ്. സോ 2 എണ്ണം ഇതുണ്ട്. ഇതിനകത്ത് ഒരു 3 എണ്ണം ഉണ്ടാവും ഇതിനകത്ത്. യൂസ് ആൻഡ് ത്രോ ആണ് ഇത്. ആക്ച്വലി ഒരു 3 ടൈംസ് യൂസ് ചെയ്യാം നമുക്കിത് രണ്ടും. ഇപ്പൊ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഇത് ലിക്വിഡ് സിന്ദൂറാണ്. ഞാൻ മറ്റേ ഡസ്റ്റി ടൈപ്പ് മേടിക്കാറില്ല, ഞാൻ ലിക്വിഡ് ടൈപ്പ് ആണ് മേടിക്കുന്നത്. അതായത് ലൈക്ക് നമ്മുടെ മാറ്റ് ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ഇതുപോലത്തെ ഇതാണ് ഞാൻ മേടിക്കാറ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കവറിങ് വെച്ചിരിക്കുന്നത്. സോ ഇതൊരു കോംബോ ആയിരുന്നു, അതാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഫേസസ് കാനഡയുടെ ആണ്. ഞാൻ അവരുടെ ബ്രാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഞാൻ അവരുടെ സിന്ദൂർ ട്രൈ ചെയ്യുന്നത്. ഇതൊരു മെറൂൺ കളറാണ്. എനിക്ക് ഓൾമോസ്റ്റ് മെറൂണാണ് ഇഷ്ടം. അതുകൊണ്ട് അത് അല്ലേ, നെയിൽസും എല്ലാം മെറൂണാണ്. സോ അതാണിത്. അപ്പൊ 2 എണ്ണം കിട്ടിയതാണ്. ഇതിന്റെ 2.5 ml ഉണ്ടത്. ഇത് വന്നിട്ട് ഇതിന്റെ റേറ്റ് സംതിങ് 100 ആൻഡ് സംതിങ് ആണ് വന്നിരിക്കുന്നത് ഓഫർ കഴിഞ്ഞിട്ട് എനിക്ക് ഇത് 2 എണ്ണം കിട്ടിയേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു. ബിക്കോസ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തിരിച്ച് അയക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി എല്ലാ വീട്ടിലും വേണ്ട ഒരു ഇമ്പോർട്ടന്റ് സാധനം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആക്ച്വലി നമുക്ക് മറ്റേ ഫുഡിന്റെ ഒക്കെ വെയിറ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷറിങ്ങിന്റെ ചെറിയൊരു ഐറ്റമാണ് ഞാൻ മേടിച്ചിരുന്നത്. ഇത് 2-in-1 പർപ്പസ്. അതായത് നമുക്ക് ഇലക്ട്രിക്കലിയും കുത്തിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ ബാറ്ററി ഇട്ടിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വലിയ റേറ്റിന്റെയോ അല്ലെങ്കിൽ വലിയ ബ്രാൻഡിന്റെയോ ഒന്നല്ല മേടിച്ചത്, നോർമൽ അത്യാവശ്യം ഒരു 10K ഇത് റേറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിന്. സോ അതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്തത്.
ഇത് വന്നിട്ട് ഇലക്ട്രോണിക് കൗണ്ടർ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് SF400A എന്നാണ്. സോ ഇതൊരു കുഞ്ഞി ഇലക്ട്രോണിക് കൗണ്ടർ സ്കെയിൽ ആണിത്. ഇതാണ് വരുന്നത്. സോ നമുക്കിപ്പം ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫുഡൊക്കെ, അതായത് ഞങ്ങളുടെ ഡോഗ് ഉണ്ടല്ലോ ജെർമി, അവന് ഫുഡൊക്കെ വെയിറ്റ് നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇത് മേടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഈ പറഞ്ഞ പോലെ എത്ര ഗ്രാംസ് ഇൻടേക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ നോക്കാമല്ലോ, ഡയറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ ഇതാണ് വന്നിട്ട്. ഇതിൽ ഓൾറെഡി ബാറ്ററി ഇട്ടതായിരുന്നു, ഞാൻ വെറുതെ അത് തുറന്നു. സോ ഇവിടെ ഓൺ ചെയ്യുമ്പോൾ ഡിജിറ്റലി വരും, അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് പല ഇതുണ്ട് ഇതിന്. എനിക്ക് ആക്ച്വലി കറക്റ്റ് അറിഞ്ഞൂടാ. ഇത് കിരണാണ് ആക്ച്വലി ചെയ്യുന്നത്, ഇതിന്റെ ആള് കിരണാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചതുള്ളൂ. അത്യാവശ്യം നമുക്ക് ചെറുതായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം, ഒത്തിരി ഹൈക്കിന്റെ ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്. സോ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ആർക്കെങ്കിലും ഇത് മേടിക്കണമെങ്കിൽ നമ്മുടെ ലിങ്കിൽ വന്നു കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ നമ്മളിപ്പോൾ കാണിച്ച പ്രോഡക്ട്സ് ഒക്കെ ഒത്തിരി ഹൈക്കുള്ളതല്ലെങ്കിലും ഞാനിത് ഒക്കെ കൂടി എടുത്ത് ടാഗ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ടാഗിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനെല്ലാം മേടിച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. സോ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. See you in next video. Bye.